ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 3 ആരംഭിക്കുകയാണ്. ദശകം 3-ലെ 1-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഈ ശ്ലോകത്തിൽ പരമാനന്ദ സ്വരൂപിയായ വിഷ്ണു ഭഗവാനിൽ മുഴുകി ജീവിക്കാൻ ഇടവരുന്നതിൽ കഴിഞ്ഞൊരു സന്തോഷവും മനുഷ്യജീവിതത്തിൽ സാധിക്കാനില്ലെന്നും അങ്ങനെയുള്ളൊരു ഭക്തനാവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നുമാണ് മേൽപ്പത്തൂർ പറയുന്നത്. ഇനി നമുക്ക് ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ. പഠന്തോ പഠന്തഃ പഠിച്ചുകൊണ്ട് സങ്കീർത്തനം ചെയ്തുകൊണ്ട്, നാമാനി ഭഗവത് നാമങ്ങൾ, പ്രമദഭരസിന്ധൗ പ്രമദം പരമാനന്ദം, ഭരം നിറഞ്ഞിരിക്കുന്നത്, സിന്ധൗ സമുദ്രത്തിൽ, പ്രമദഭരസിന്ധൗ പരമാനന്ദം നിറഞ്ഞ സമുദ്രത്തിൽ, നിപതിതാഹ നിപതിക്കുക വീഴുക, നിപതിതാഹ വീണവരായിട്ട് മുങ്ങിക്കിടക്കുന്നവരായിട്ട്, ഭഗവത് നാമങ്ങൾ സങ്കീർത്തനം ചെയ്തുകൊണ്ട് ഭക്തിയാകുന്ന പരമാനന്ദം നിറഞ്ഞ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നവരായിട്ടും, സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ. സ്മരന്തോ സ്മരന്തഃ സ്മരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട്, രൂപം തേ തേ അങ്ങയുടെ രൂപം, തേ അങ്ങയുടെ രൂപം, വരദ ഭക്തന്മാർക്ക് സകല വരങ്ങളും സാധിച്ചു നൽകുന്നവനെ, കഥയന്തോ ഗുണകഥാഃ കഥയന്തഃ കഥ പറഞ്ഞും കേട്ടും കൊണ്ട്, എന്ത് കഥ? ഗുണകഥാഃ ഭഗവത് മാഹാത്മ്യ ഗുണകഥ കഥയന്തോ പറഞ്ഞും കേട്ടും കൊണ്ട്, ചരന്തോ സഞ്ചരിക്കുന്നവരായ, ഏ ഭക്ത ഏതൊരു ഭക്തന്മാരാണോ, ഏതൊരു ഭക്തനാണോ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ത്വയി ഖലു രമന്തേ ത്വയി ഖലു അങ്ങയിൽ ഭഗവാനിൽ, രമന്തേ രമിച്ചുകൊണ്ടും ഇരിക്കുന്നത്, അങ്ങനെയുള്ളവരെയാണ് പരമമൂനഹം പരം അമൂൻ അഹം, പരം അവരെ, അമൂൻ മാത്രം ആണ്, അഹം ഞാൻ, പരമമൂനഹം അവരെ മാത്രമാണ് ഞാൻ. ആരെ മാത്രം? ഇങ്ങനെ ഭഗവത് നാമങ്ങൾ സങ്കീർത്തനം ചെയ്തുകൊണ്ട് പരമാനന്ദ സമുദ്രത്തിൽ വീണു കിടക്കുന്നവരെയും, ഭഗവാന്റെ രൂപം ധ്യാനിച്ചുകൊണ്ടും ഭഗവാന്റെ ഗുണകഥകളും മാഹാത്മ്യ കഥകളും പറഞ്ഞുകൊണ്ടും ഒരു തീർത്ഥസ്ഥാനത്തിൽ നിന്ന് അടുത്ത തീർത്ഥസ്ഥാനങ്ങൾ തോറും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരും ഭഗവാനിൽ എപ്പോഴും രമിച്ചു കൊണ്ടിരിക്കുന്നവരുമായ ഏതൊരു ഭക്തനാണോ അവരെയാണ് ഞാൻ ധന്യാൻ മന്യേ, ധന്യന്മാരായിട്ട് ഭാഗ്യവാന്മാരായിട്ട്, മന്യേ കണക്കാക്കുന്നുള്ളൂ, മാനിക്കുന്നുള്ളൂ. അവരെയാണ് സാമധിഗത സർവാഭിലഷിതാൻ എന്ന് പറയുന്നത്. സാമധിഗത എല്ലാം അധിഗതമായ എല്ലാം സാധിച്ചവരായ, സർവാഭിലഷിതാൻ എല്ലാ ആഗ്രഹങ്ങളും ലഭിച്ചവരായ ഭാഗ്യവാന്മാരെന്ന് മന്യേ, അഹം മന്യേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിലെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്ന് പറയാം. അല്ലയോ വരദ, ഭക്തൻ്റെ എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു നൽകുന്ന ഭഗവാനെ, അങ്ങയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടും സങ്കീർത്തനം ചെയ്തുകൊണ്ടും അവിടുത്തെ ചിന്മയ മോഹന രൂപം സദാ ധ്യാനിച്ചുകൊണ്ടും ഭഗവത് മാഹാത്മ്യ കഥകൾ പറഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും ആനന്ദത്തിരകളിൽ മുങ്ങിയും പൊങ്ങിയും ഒരു തീർത്ഥസ്ഥാനത്തിൽ നിന്ന് അടുത്ത തീർത്ഥസ്ഥാനങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടും പരമാനന്ദ സമുദ്രത്തിൽ മുങ്ങി ആറാടി നടന്നുകൊണ്ടിരിക്കുന്നവരും എപ്പോഴും ഭഗവാനിൽ മാത്രം അഭിരമിച്ചു കൊണ്ടിരിക്കുന്നവരുമായ ഭക്തന്മാരെ മാത്രമേ ഞാൻ
സമധിഗത സർവാഭിലഷിതാൻ എന്ന് വിചാരിക്കുന്നുള്ളൂ. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ കരുതുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു ഭക്തനാകണമെന്നാണ് എൻ്റെയും ആഗ്രഹം, അല്ലയോ ഭഗവാനെ. പക്ഷേ തൻ്റെ രോഗം മൂലം തനിക്കത് സാധിക്കുന്നില്ലല്ലോ എന്നും മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ ദുഃഖിക്കുകയാണ്. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്ദേ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. രണ്ടാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.